ഈ നീലയാണ് നമുക്ക് വേണ്ടത്. ഈ നീല ബാക്കിൽ ഈ നീല, ഫ്രണ്ടിന് ഇത്രയും. ശരിക്കും ഇത്രയും നമുക്ക് എടുത്തു കളഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് പാർട്ട് നല്ലതായിട്ട്. സാലി റോസിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ നിങ്ങളോട് ഈ ഹക്കോബ മെറ്റീരിയലിൽ ചുരിദാർ തയ്ക്കുന്ന കാര്യം നിങ്ങളോട് ഞാൻ ചോദിച്ചിരുന്നു. റൗണ്ട് കോളറാണോ നമുക്കതോ ഷർട്ട് കോളറാണോ വേണ്ടത്? നിങ്ങൾ ഒരുപാട് പേര് കണ്ടു. ഏതാണ്ട് ഞാനിത് കട്ട് ചെയ്യാൻ എടുത്തപ്പം തന്നെ എനിക്കൊന്ന് 10-12,000 പേര് കണ്ടു കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴുണ്ടല്ലോ ഇത് 57,000 പേര് കണ്ടു. 350ഓളം പേര് അതിന് കമൻറ്റും ചെയ്തു. പക്ഷെ കമൻറ്റിൽ കൂടുതൽ പേരും ചോദിച്ചിരിക്കുന്നത് റൗണ്ട് കോളറാണ്. മറ്റേത് കുറവാന്ന് ഞാൻ പറയത്തില്ല, താരതമ്യേന കൂടുതൽ റൗണ്ട് കോളർ, ചൈനീസ് കോളറാണ്. പക്ഷെ അതിനുശേഷം എനിക്ക് തോന്നുന്നു ലാസ്റ്റ് സമയമൊക്കെ ആയപ്പോൾ ഒത്തിരി പേര് ഷർട്ട് കോളർ ചോദിച്ചിട്ടുണ്ട്. നിങ്ങളെ നിരാശപ്പെടുത്തുന്നില്ല, ഈ പ്രാവശ്യം ഞാൻ റൗണ്ട് കോളർ തന്നെ തയ്ക്കാം. കൂടുതൽ പേരും ചോദിച്ചേക്കുന്നത് അതാണ്. അടുത്ത പ്രാവശ്യം നമുക്കൊരു ഷർട്ട് കോളറും തയ്ക്കാം കേട്ടോ. ലൈൻ തയ്ക്കാവോ നോക്കട്ടെ. അതിൻ്റെ ലൈനിങ് മെറ്റീരിയലാണിത്. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ ലൈനിങ് മെറ്റീരിയൽ ഇതേണ്ട മടക്കിയിട്ടേക്ക് രണ്ടായിട്ട് നമുക്ക് കടയിൽ നിന്ന് കിട്ടിയതിനെ ഇതുപോലെ തന്നെ കടയിൽ നിന്ന് കിട്ടിയതുപോലെ തന്നെ നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ട് നമുക്ക് നീളം നോക്കാം. എനിക്ക് വേണ്ട നീളം 47 ഇഞ്ചാണ് റെഡി ലെങ്ത് വേണ്ടത്. പക്ഷേ നമുക്ക് അടിയിൽ വെക്കുന്നതിന് ഒരു 2-3 ഇഞ്ച് കുറച്ച് ഒരു 45 ഇഞ്ചിൽ ഞാൻ അളക്കുക. 45 ഇഞ്ചിൽ മെഷർമെൻറ്റ് ചെയ്യുന്നു. നമുക്കിവിടെ ഒരു വരയിടാം. അപ്പം ഒത്തിരി സ്പീഡിലല്ല, എന്നാൽ ഏറ്റവും തുടക്കക്കാർക്ക് വേണ്ടിയും അല്ല ഈ ക്ലാസ് ഒന്ന് ചിന്തിക്കുക. തുടക്കക്കാരെ ഞാനൊന്ന് പരിഗണിക്കാൻ ചില ഐഡിയകളൊക്കെ മനസ്സിലിടുന്നുണ്ട്. ഏറ്റവും തുടക്കക്കാർക്ക് നിങ്ങളുടെ അടുത്തിരുന്ന് പറഞ്ഞു തരുന്ന പോലെ പറഞ്ഞു തരാനുള്ള ഒരു മാർഗമൊക്കെ ഞാൻ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ആരും വിഷമിക്കണ്ട. ഇച്ചിരി അറിയാവുന്നവർ ഇപ്പം എൻ്റെ കൂടെ വരിക. അപ്പം നമുക്ക് 45 ഇഞ്ചിൽ ഞാൻ അളന്നു. ബാക്കി അളവുകളിലേക്ക് നമുക്ക് പെട്ടെന്ന് പോകാം. അപ്പം നമ്മൾ ഇവിടെ എടുക്കുന്നത് 3.5 ഇഞ്ചാണ് നമ്മൾ അകലം എടുക്കുന്നത്. ഒന്നര കാണിക്കാം. നമ്മൾ എടുക്കുന്നത് 3.5 ഇഞ്ച്. ചെറിയ പിള്ളേർക്കൊക്കെയാണെങ്കിൽ 3.5 എടുക്കരുത്, 3.25 3 എടുക്കാവൂ കേട്ടോ. 3.5 ഇഞ്ച് എടുക്കുന്നു. നമ്മൾ അവിടുന്ന് നെക്കിൻ്റെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 3.25 എടുക്കുന്നു. 3.25 എടുക്കുന്നു. നമുക്ക് ഇവിടെയും കൂടെ ഈ 3.5 ഒന്ന് ഞാൻ അടയാളപ്പെടുത്തി. ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർക്കുന്നു. നമുക്ക് ഒരു റൗണ്ട് നെക്കിനുള്ള ഡിസൈൻ നമ്മൾ വരച്ചു. ഇനി നമുക്ക് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട്, നമ്മുടെ ഷോൾഡർ എത്രയാണ് നിങ്ങൾ അളന്ന് നോക്കുക. ഇതെല്ലാം നിങ്ങൾ അളന്നോണം. ഞാൻ ഇതെല്ലാം നിങ്ങളെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കാണിച്ചു തന്നത്. അപ്പോൾ കറക്റ്റ് ഷോൾഡർ നമ്മൾ അളക്കണം. എനിക്ക് 7.25 ഉണ്ട്. 7.25 ഫുൾ ഷോൾഡറാണ് എൻ്റെ. ആ 7.25 നമ്മൾ കോളർ നെക്ക് തയ്ച്ചാൽ എടുക്കണം. ഏത് കോളർ ആയാലും ക്ലോസ്ഡ് നെക്ക് വരുന്ന എല്ലാത്തിനും നമ്മൾ ആ 7.25 തന്നെ കൃത്യം എടുക്കുന്നു. കണ്ടല്ലോ, ആ 7.25 ഞാൻ അടയാളപ്പെടുത്തി. ഇനി ആ 7.25 നിന്നും താഴേക്ക് ഒരു 7.5 തൽക്കാലം ഞാൻ എടുത്തൊന്ന് നോക്കുവാണേ. ശരിയാണെങ്കിൽ നമുക്കിത് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ നമുക്കവിടെ ചേഞ്ച് വരുത്തണമെങ്കിൽ ചേഞ്ച് വരുത്തുകയും ചെയ്യാം. അപ്പം ഞാൻ ഇതും കൂടെ ഒന്ന് ചേർത്ത് വരച്ചു. കണ്ടല്ലോ, ഇവിടെ എനിക്ക് ചെസ്റ്റ് റൗണ്ട് വേണ്ടത് 38-ൻ്റെ കൂടെ 4 കൂട്ടുമ്പോൾ 42. 42ൻ്റെ 4-1 10.5. ആ കറക്റ്റ് 10.5 നമ്മളിവിടെ അടയാളപ്പെടുത്തി. നമ്മൾ 10.5 അടയാളപ്പെടുത്തി. നമുക്ക് സീം അലവൻസ് വേണമല്ലോ. സീം അലവൻസ് ഒരു 1.5 ഇഞ്ചും കൂടെ അടയാളപ്പെടുത്തി. ഇത്രയും വരെ കണ്ടില്ലേ? ഇനി നമ്മൾ നോക്കുന്നത് ഇവിടെ നിന്ന് കോളമായതുകൊണ്ട് ഉറപ്പായിട്ടും 1 ഇഞ്ച് നമുക്ക് ഇത് വേണം, സ്ലോപ്പ് കൊടുക്കണം. 1 ഇഞ്ച് സ്ലോപ്പ് കൊടുക്കണം. ഇതിൻ്റെ ബാക്കി വരുന്ന ഈ 6.5യുടെ വെഡ് പോയിന്റിൽ നമ്മളൊരു അടയാളം കൊടുത്തിട്ട് ഇതും കൂടെ ചേർത്ത് നമുക്ക് ഏത് വരയ്ക്കാം? ആം ഹോൾ റൗണ്ട് വരയ്ക്കാം. ആം ഹോൾ റൗണ്ട് വരച്ചു. കണ്ടല്ലോ, നമുക്ക് ആം ഹോൾ റൗണ്ട് അളക്കുന്നതിന് മുമ്പ് ഈ സ്ലോപ്പ് ഞാനൊന്ന് അടയാളപ്പെടുത്തട്ടെ. സ്ലോപ്പ് വരച്ചിട്ട് നമുക്ക് നോക്കാം എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നിന്ന് ഒരു 4 ഇഞ്ച് താഴ്ത്തി, തയ്യൽ തുമ്പ് 4 ഇഞ്ച് താഴ്ത്തി, ബാക്കി എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കാം. എനിക്ക് 8.25 ഉള്ളൂ. എനിക്കിത് പോരാ. 8.25 എന്ന് പറയുമ്പം 16.5 വരുന്നുള്ളൂ. എനിക്ക് 17 വരണം അല്ലേ? അപ്പം 8.5 വരണം. അപ്പം എനിക്ക് എന്ത് ചെയ്യണം? എൻ്റെ ആം ഹോൾ റൗണ്ട്, ഈ ആം ഹോൾ ലെന്ത് നമ്മൾ എടുത്തേക്കുന്നത് നമുക്കൊരു 1/2 ഇഞ്ചും കൂടി താഴ്ത്തി വരയ്ക്കാം. അതായത് ടോട്ടൽ
ഞാൻ എടുത്തിരിക്കുന്നത് 7.5 അത് ഇപ്പോൾ എത്രയിലേക്ക് എടുക്കണം? 8 ഇഞ്ചിലേക്ക് എടുക്കണം. ഇത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ഓരോരുത്തരുടെ ആം ഹോൾ റൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഞാൻ ഇതിനു മുമ്പുള്ള ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. ചെസ്റ്റ് റൗണ്ട് 38 ഇഞ്ച് ഉള്ള പലർക്കും ആം ഹോൾ റൗണ്ട് ഇത്രയും വേണ്ടി വരുന്നില്ല. ഇതിൽ കൂടുതൽ വരുന്ന സാഹചര്യങ്ങൾ വളരെ കുറവാണ്. എല്ലാവർക്കും 16, 16.5 അങ്ങേയറ്റം പോയ 17, 15 വരെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ട്. ആ ആം ഹോൾ റൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മളുടെ ഈ കൈക്കുഴി നമ്മൾ ഇറക്കിയെടുക്കുന്നത്. ഇനി അഥവാ ഇങ്ങനെ എടുക്കാതെ ഇച്ചിരി മുന്നോട്ട് നീക്കി തയ്ച്ചാൽ പോരെന്നൊക്കെ നമുക്ക് സംശയം തോന്നും. പക്ഷേ ഇതൊരിക്കലും ഫിറ്റ് ആകത്തില്ല. ഫിറ്റ് ആകില്ല എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ലൂസ് ആയിരിക്കും. ഇവിടെ ലൂസ് ആണെങ്കിൽ നമുക്ക് എന്നാ സംഭവിക്കും? നമ്മുടെ ഷോൾഡർ ഇങ്ങനെ താഴ്ന്ന് നിൽക്കുന്നത് നമുക്ക് ഒരിക്കലും ഷർട്ട് കോളർ നമുക്ക് കംഫർട്ടായിട്ട് ഇരിക്കത്തില്ല. ഇട്ടാൽ നമുക്ക് നല്ലൊരു നമ്മുടെ ബോഡിയിൽ അതുപോലെ നിൽക്കണം. അതാ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഇതിനെ 1/2 ഇഞ്ച് വീണ്ടും ഇറക്കി ഇതല്ലേ നമ്മുടെ പോയിന്റ്, ഇതും കൂടെ മുന്നോട്ടൊന്ന് വരച്ചു. നമുക്കിനിയും ഇതൊന്ന് നോക്കാം. ഇനി നമുക്ക് ഈ പോയിന്റും കൂടെ ചേർത്ത് നമുക്ക് ഇച്ചിരി താഴ്ത്തി, അപ്പോൾ അതിൻ്റെ സ്വല്പം കൂടെ താഴ്ത്തി നമുക്കിതൊന്ന് വരയ്ക്കാം. കണ്ടല്ലോ. ഇനി നമുക്കിതൊന്ന് മെഷർ ചെയ്ത് നോക്കാം, എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ നോക്കാം. ഇവിടെ നിന്നൊരു 1/4 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഇത് കണ്ടോ, കറക്റ്റ് 8.5 അത് കഴിഞ്ഞുള്ള ചെറിയ വരയുടെ ഒരു പോയിന്റും കൂടെ വന്നു. ഇത് കറക്റ്റ് ആയിരിക്കും. കറക്റ്റ് ഫിറ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇപ്പം ഇത്രയും സംശയങ്ങൾ മാറിയില്ലേ എല്ലാവർക്കും? എനിക്ക് തോന്നുന്നു ഒരുവിധം തുടക്കക്കാർക്കും ഇച്ചിരി സ്വന്തമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഈ സംശയം മാറിയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ നോക്കുന്നത്, എനിക്ക് എൻ്റെ മനസ്സിലുണ്ടല്ലോ പ്രിൻസസ് കട്ട് വരയ്ക്കാനായിട്ട് ഇങ്ങനെ വരിക. അടുത്തതായിട്ടല്ലേ, അടുത്ത് ചെയ്യുമ്പം പ്രിൻസസ് കട്ട് ചെയ്യാവേ. ഇത് പോട്ടെ. അപ്പം നമ്മളിത് പറഞ്ഞ പോലെ ഇത് A-ലൈനാണല്ലോ അല്ലേ? A-ലൈനാണേ. അപ്പം നമ്മളിനി എന്നാ ചെയ്യണം? നമുക്ക് ഇതിവിടെ നിന്നൊരു 14.5 ഇഞ്ചിൽ നമ്മുടെ നമ്മുടെ വേസ്റ്റും അതിനുശേഷം ഏതാണ്ട് ഹിപ്പ് നമുക്കൊരു 20-20.5 ഇഞ്ചിൽ നമ്മൾ ഹിപ്പും അടയാളപ്പെടുത്തി. അതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഞാൻ വരയ്ക്കാവേ. ഇനി നമുക്ക് വേണ്ടത്, എൻ്റെ ഇവിടെ 32 ഇഞ്ചാണ്, 33 ഇഞ്ച് എനിക്കുണ്ട്. അതിൻ്റെ കൂടെ നമ്മളിവിടെ 4 കൂട്ടിയാൽ ഇവിടെ 2 കൂട്ടാവും. അപ്പം 34, 33, 2, 35. 35ൻ്റെ 4 എത്രയാണ്? 8.25 വരും അല്ലേ? ആ 8.25 എടുത്തു. ഇനി ബാക്ക് പാർട്ടിൽ നമുക്ക് വേണമെങ്കിൽ 2 ടക്കിട്ടേക്കാം. അതുകൊണ്ട് 8.25 എന്നുള്ളതിന് ഞാനൊരു 9.25 വരെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. 9.25 എടുത്തേക്കാം. ബാക്കിൽ 2 ടക്കിടാം നമുക്ക്. 9.25. അവിടെ നിന്ന് സീം അലവൻസ് 1.5 ഇഞ്ച്. ഇവിടെ സത്യത്തിൽ എടുക്കണം എന്നൊരു നിർബന്ധവും ഇല്ല. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ മാക്സിമം കിട്ടുന്ന പോലെ ഇങ്ങനെ അങ്ങ് പോയാലും മതി കേട്ടോ. ഇവിടെ നമ്മൾ അളന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അളക്കണമെന്നില്ല. ഇങ്ങനെ A-ലൈൻ ഇങ്ങനെ പോകുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ബാക്കി ഇത് രണ്ടും കൂടെ ഒന്ന് കൂട്ടിച്ചേർക്കട്ടെ. ഇത് കൂട്ടിച്ചേർക്കാം നമുക്ക്. അല്ലോ, ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് നമുക്ക് ഇങ്ങനെ മാക്സിമം ഉള്ളത്രയും എടുക്കാം. ഇതും എന്നിട്ട് കണ്ടോ, ഇത്രയും തയ്യൽ തുമ്പിൻ്റെ ആവശ്യമില്ല. ഇവിടെ നമുക്കൊരു 1/2 ഇഞ്ചിൻ്റെ ആവശ്യമുള്ളൂ. ഞാനിങ്ങനെ അങ്ങ് വരച്ചതേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ വന്നിട്ട് നമുക്കിങ്ങനെ ഇപ്പോൾ കൊട്ട പോലെ വരല്ലേ, ഇവിടെ നിന്ന് ഇങ്ങനെ നിൽക്കണം. ഇത്രേ ഉള്ളൂ. ഇനി ഒന്നും ചെയ്യാനില്ല. ബാഗിനൊക്കെ നമുക്ക് 1/2 ഇഞ്ച് ഇറക്കി താഴ്ത്തി ചെയ്യാം. 1/2 മുക്കാലോ ചെയ്യാം. മുക്കാലാണെങ്കിൽ ഇച്ചിരി പുറകിൽ നിന്ന് ഇറങ്ങി നിൽക്കുന്നുള്ളൂ, കുഴപ്പമൊന്നുമില്ലാതെ. എനിക്ക് 3/4 ഞാൻ വെക്കുവാണേ. കായ്ക്കിനൊക്കെ 3/4 ഇഞ്ച് ഇറക്കിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഞാൻ മിക്കവാറും ഇത് വെട്ടാറില്ല. മിക്കവാറും ഫ്രണ്ടും ബാക്കും കൂട്ടി ചേർത്തതിന് ശേഷമേ ഇത് കട്ട് ചെയ്യാറുള്ളൂ. അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തോട്ടെ. ഇവിടെ നിന്ന് ഇനി സംശയങ്ങളൊന്നുമില്ലല്ലോ. എന്തെങ്കിലും നോക്കിക്കോ ഒന്നുകൂടെ. ഫ്രണ്ട് നെക്ക് വെട്ടി, അതുപോലെ ഫ്രണ്ട് ഓപ്പൺ ആണേ. ഫ്രണ്ട് ഓപ്പൺ ചെയ്യുമ്പോഴും നിങ്ങളൊരു കാര്യം ഓർക്കണം. അവിടെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് അപ്പുറത്തും ഇപ്പുറത്ത് പോകും. അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ട് മാറ്റി ഇട്ടാലും കുഴപ്പമില്ല. 1/2 ഇല്ല, ഒരു 1/4 ഇഞ്ച് മാറ്റി ഇട്ടാലും കുഴപ്പമില്ല. ഇവിടെ സാധാരണ ചെയ്യുന്നതിനേക്കാൾ ഒരു സ്വല്പം കൂടുതൽ. ഒത്തിരി ഇട്ടത്, ഒത്തിരി ഇട്ടാൽ ചുരിദാർ കംപ്ലീറ്റ് ലൂസായിട്ട് ഒരു ഭംഗിയില്ലാതെ കേട്ടോ. ഒരു കാര്യം ഇവിടെ പറയാൻ മറന്നുപോയി. അതാ ഞാനിങ്ങനെ ഓർത്തുകൊണ്ടിരുന്നത്. നമുക്കിനിയും ഫ്രണ്ട് പാർട്ടിൻ്റെ ആം ഹോള് കൂടുതൽ ഇറക്കി വെട്ടണ്ടേ? ഫ്രണ്ട് പാർട്ടിൻ്റെ ആം ഹോൾ കൂടുതൽ ഇറക്കി വെട്ടാൻ 2-3 മാർഗങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു തുടക്കക്കാർക്ക് വേണേൽ ഇങ്ങനെ ചെയ്യാം. ഇവിടെ നിന്ന് 3/4 ഇഞ്ചിൽ ഒരു പോയിന്റ് കണ്ടെത്തുന്നു. 3/4 ഇഞ്ച്. ആ 3/4 ഇഞ്ചിൽ ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടെ നിന്ന് നമ്മൾ ആ 3/4 ഇഞ്ചിൽ നിന്ന് താഴോട്ടൊരു വരയ്ക്കാൻ പോവാം. വേണ്ട, ഇവിടെ നിന്ന് തന്നെ ഈ 3/4 ഇഞ്ചിൽ നിന്നും
നമ്മൾ താഴോട്ട് ഒരു വര വരച്ചു. ആ വരയിലേക്ക് ഇവനെ ഇത് തമ്മിലും കൂട്ടിമുട്ടിച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ, ഇതിന് പാരലായി വരുന്ന ഈ പോയിന്റോട് വെച്ച് നമുക്ക് ആം ഹോൾ ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം. ഏതാ തുടക്കക്കാർക്ക് കേട്ടോ, ഇങ്ങനെ വരുന്നത്. ഇത് ഇങ്ങനെ വെക്കല്ലേ, ഞാൻ ആദ്യം വെച്ച പോലെ. ഞാൻ വേറെ എന്തോ അശ്രദ്ധ ചെയ്തതാണ്. ഇങ്ങനെ അല്ല വരണ്ട കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ട് മാറി നിൽക്കണേ. എന്തോ പല വിചാരം ഇടയ്ക്ക് മനസ്സിൽ കയറി. ഇത് കണ്ടോ, നിങ്ങൾ വരച്ച് കാണിക്കാവേ. വേറെ ഈ വെള്ള കളറിന് വരച്ച് കാണിക്കാം. ഇത് കണ്ടോ, അയ്യോ ഇത്രയും കട്ട് ചെയ്തിടന്ന് നമ്മൾ ഓർക്കത്തില്ലേ. ഈ നീലയാണ് നമുക്ക് വേണ്ടത്. ഈ നീല ബാക്കിൽ, ഈ നീല ഫ്രണ്ടിന് ഇത്രയും. ശരിക്കും ഇത്രയും നമുക്ക് എടുത്തു കളഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് പാർട്ട് നല്ലതായിട്ട്. ഇവിടുന്ന് ഒരിക്കലും എടുത്ത് കളയില്ല. ഇവിടുന്ന് ഒരു 1.5 ഇഞ്ചോളം ഇത് തന്നെ വരണം, വന്നിട്ടേ അകത്തോട്ട് എടുത്ത് കളയാവും. അതുപോലെ വെട്ടുമ്പം ആദ്യം ഇത് കയറി വെട്ടരുത്. എപ്പോഴും ഈ നീലയെ കൂടെ വെട്ടി പോയതിന് ശേഷമേ ചെയ്യാവൂ കേട്ടോ. കട്ട് ചെയ്യാവേ. ഇത് 2 പീസാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഈ ഫ്രണ്ട് പാർട്ട് മാത്രം കട്ട് ചെയ്ത് എടുക്കുക. അതുപോലെ ഇങ്ങനെ വരുമ്പോൾ ഉണ്ടല്ലോ, ഇവിടെ ഒരു ഓരോ ഇതിട്ടേക്കണം. ഇതേതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി ഇതിന് അറിയാൻ വേണ്ടിയാണ്. ഇങ്ങനെ വന്നിട്ട് ഉണ്ടോ, ഇവിടെ നമ്മുടെ പോയിന്റ് ഏതാ, ഇതല്ലേ, ഈ പോയിന്റിന്റെ ഈ നീലയിലൂടെ കട്ട് ചെയ്ത് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടും ബാക്കും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതിൽ നിന്നും നമുക്ക് സ്ലീവ് വെട്ടാം. ഇത് കണ്ടോ, നമുക്ക് സ്ലീവിന് ഇറക്കം വേണ്ടേ, ഈ ഇറക്കം ഇത് കുറവല്ലേ, നമുക്കതിന് വിലങ്ങനെ വെട്ടാവേ. വിലങ്ങനെ വെട്ടാം. അതിനുവേണ്ടി നമ്മൾ ഇങ്ങനെ വെക്കുന്നു. കണ്ടല്ലോ, തുണിയെ വിലങ്ങനെ എടുത്തു. തുണി വിലങ്ങനെ എടുത്തിട്ട് ഇനി എന്നാ ചെയ്യണം, തുണി വിലങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇറക്കം നമുക്ക് നോക്കാം. നമുക്ക് ഇറക്കം ഒരു 16 ഇഞ്ചുണ്ട്, 16.5 ഇഞ്ചുണ്ട്. ഇച്ചിരി കയറി ഇറങ്ങി അതവിടെ ഇരുന്നോട്ടെ. അപ്പം നമുക്ക് 16 ഇഞ്ച് ഇറക്കമുണ്ട്, അതവിടെ കിടന്നോട്ടെ. 16 ഇഞ്ചിൽ ഞാൻ എടുക്കുക. ഇനി നമുക്ക് വീതി എന്ന് പറയുന്നത് നമുക്ക് എത്ര വേണമെന്ന് നമുക്ക് 2-3 സൈസിലെടുക്കാം. ഞാൻ എന്നും പറയും, നമ്മുടെ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 4 എത്ര വരും, 9.5 ഇഞ്ച്. ആ 9.5 കൊണ്ട് നമുക്ക് തയ്ക്കാം. വേണമെങ്കിൽ 9.5 കൂടുതൽ ഒരു 1/2 ഇഞ്ച് വിട്ടാൽ 10 വരെ വേണേലും തയ്ക്കാം. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ. നമുക്ക് പെട്ടെന്ന് കാണിച്ചു തരാം. അപ്പം നമുക്ക് ആദ്യം 9.5 ഇഞ്ച് മനസ്സിൽ നമ്മൾ 1/2 ഇഞ്ച് കൂട്ടാതെ 9.5 ഇഞ്ചിൽ ഞാൻ ഈ വിട്ടൊന്ന് മാർക്ക് ചെയ്തു. ഇത് കണ്ടല്ലോ. ഇനി നമുക്ക് ഇവിടെ നിന്നും വേണ്ട ക്യാപ്പ് ഹൈറ്റ് 3.25 ഇഞ്ച്. അത് 2 മാർഗമുണ്ട്. നമ്മുടെ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 10 3.8 എന്ന് വരും. 38/10 3.8. ഇനി കൈക്കുഴി കുറവുള്ളവരാണെങ്കിൽ നമ്മൾ ഒരു 15ഉം 16ഉം ഉണ്ടെങ്കിൽ 3.5 കൂടുതൽ ഒട്ടും എടുക്കല്ലേ. ഇത് 3.25 എടുത്തിട്ടുണ്ട്, 3.8 എടുത്തിട്ടുണ്ട്. ഈ ലൈനൊന്ന് ഞാൻ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുന്നു. കണ്ടല്ലോ. ഇനി നമുക്ക് നമ്മുടെ സ്ലീവ് സ്കെയിൽ വെച്ചത് വേണമെങ്കിൽ നമുക്ക് വെട്ടാം. ഞാൻ ഇന്നാലും നിങ്ങൾക്ക് സ്ലീവ് സ്കെയിൽ വെച്ച് വെട്ടുന്നത് കാണിച്ചു തന്നായിരുന്നു. അടിവണ്ണം വേണ്ടേ, 5 ഇഞ്ച് അടിവണ്ണം വേണം. അവിടെ നമുക്കൊരു 1.5 ഇഞ്ച് സീം അലവൻസ് എടുക്കാം. നമുക്ക് ഈ ഇറങ്ങി നിൽക്കുന്നത് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം. ഇതുണ്ടോ, ഇതിൻ്റെ ആ തിക്നെസ് കട്ടി കൂടിയ ഭാഗം, ഇത് തീർത്തും മെലിഞ്ഞ ഭാഗമല്ലേ, കട്ടി കൂടിയ ഭാഗമാണ് ഈ പോയിന്റിൽ വരേണ്ടത്. ഇവിടെ നമ്മളത് കറക്റ്റ് ഈ ഒട്ടും കളയാതെ ചേർത്ത് വെച്ചിട്ട് ഈ എൻഡ് കൊണ്ടുവന്ന് നമ്മൾ ഈ വരച്ച ഇതിലോട്ട് ഇങ്ങനെ ചേർത്ത് വെച്ചു. കണ്ടോ, ഇവിടെ രണ്ടും നമ്മളിതിനെ ഒന്നിച്ച് ചേർത്ത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമുക്കിത് വരയ്ക്കണം. തെന്നിപ്പോയി, സ്വല്പം തെന്നിപ്പോയി, സാരമില്ല. കണ്ടോ, വരച്ചു. ഇനി ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഞാൻ. ഇവിടെ നിന്ന് നമുക്ക്
തുടക്കക്കാർക്ക് അറിയാവുന്നത്, എനിക്ക് എത്ര പറഞ്ഞ് ഞാൻ 8.5 എൻ്റെ ആം ഹോൾ കയറുക പറഞ്ഞ്. ആ 8.5 ഈ കോണിൽ നിന്നും ഇങ്ങോട്ട് 8.5 എവിടെ വരും നോക്കണം. പെടുത്തിയില്ലായിരുന്നു. 8.5 കണ്ടോ, 8.5. ഈ 8.5യിലേക്കാണ് നമുക്ക് ഏത് സ്കെയിൽ വെക്കേണ്ടത്, ഇത് വെക്കേണ്ടത്. ഇങ്ങനെ വെച്ചിട്ട് നോക്കിയാൽ നിങ്ങൾ വ്യത്യാസം ഉണ്ടായത് കണ്ടോണേ. വ്യത്യാസം കണ്ടോ, ഇത്രയും വ്യത്യാസം വന്നിട്ടുണ്ട് കണ്ടോ, ശ്രദ്ധിക്കാതെ ചെയ്തത് ഞാൻ. ഇതാണ് എൻ്റെ യഥാർത്ഥ. ഉണ്ടോ, നിങ്ങളോർക്കും ചെറിയ വ്യത്യാസമല്ലേ വന്നുള്ളൂ, ചെറുതല്ല. ഇത് കേട്ടോ, ഇപ്പം ഞാൻ ഈ വരച്ചേക്കുന്നത് തിക്കായിട്ട് വരച്ചേക്കുന്നതാണ് കറക്റ്റ്. ഇനി ഫ്രണ്ട് സ്ലീവ് വെട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഇങ്ങനെയല്ലേ ഇരുന്നത്, ഇങ്ങനെ കറക്റ്റ്. ഇവിടെ നിന്ന് നമ്മൾ കറക്റ്റ് 1 ഇഞ്ച്, ഇതിലൊരു 1 ഇഞ്ചിൻ്റെ മാർക്കുണ്ട്. ആ 1 ഇഞ്ചിൻ്റെ മാർക്ക്, ഈ കറുത്ത മാർക്ക് ഇങ്ങനെ ഇങ്ങോട്ട് നീക്കി വെച്ചു. ഞാൻ കഴിഞ്ഞ വർഷം ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാൻ, ഞാൻ ഇങ്ങനെ ഇവിടെ ഇരുന്ന് ചെയ്യുന്നതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാത്തത്. ബാക്കിലേക്ക് നീക്കിയിട്ട് വീണ്ടും ഇതിനെ താഴോട്ട് ഇറക്കി വെച്ചു. കണ്ടോ കണ്ടോ എല്ലാവരും. ഇത് ഞാൻ വെള്ള കളറിൽ വരയ്ക്കാം, അപ്പം നിങ്ങൾ പിടികിട്ടും. കണ്ടോ, ഇതാണ് നമ്മുടെ ഫ്രണ്ട് ആം ഹോള്, ഇത് ബാക്ക് ആം ഹോൾ. നമുക്കിനിയും നമ്മുടെ ഷേപ്പ് സ്കെയിൽ വെച്ച്, അല്ലെങ്കിൽ ഈ സ്കെയിൽ വെച്ച് നമുക്ക് ഈ പോയിന്റും കൂടെ ചേർത്ത് വരയ്ക്കാം. ഇനി ഈ പോയിന്റും ഇതും കൂടി ചേർത്ത് വരയ്ക്കാം. ഇനി ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരട്ടെ. ഞാനിതങ്ങ് കട്ട് ചെയ്യാവേ, കട്ട് ചെയ്തിട്ട് പറഞ്ഞു തരാം. നമ്മളെപ്പോഴും ബാക്ക് പാർട്ട് ആദ്യം കട്ട് ചെയ്യാം. ഇവിടെ കട്ട് ചെയ്യുമ്പോൾ ഒരു സ്വല്പം ഇങ്ങനെ നേരെ വെക്കാതെ ചെരിച്ച് കളയുന്നത് ചെയ്യാം. കണ്ടല്ലോ. ഇനി നമ്മൾ ഇത്രയും പിടി കിട്ടിയില്ല എല്ലാവർക്കും. നമ്മളിനി ഇതിങ്ങനെ എടുത്ത് കളയും. നമുക്കിനിയും നിങ്ങൾ തുടക്കക്കാർക്കൊരു ഐഡിയ പറഞ്ഞു തരാം. ഈ ഫ്രണ്ട് പാർട്ട് ഞാൻ എടുത്ത് കളഞ്ഞു, വെട്ടിയില്ലല്ലോ അല്ലേ, അത് വെട്ടിത്തരാവേ. ഫ്രണ്ട് പാർട്ട് എടുത്ത് വെട്ടാം. ഫ്രണ്ട് പാർട്ട് ഇത് കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ ആ കണ്ടത്രയും തന്നെ നമുക്ക് ഇട്ടിക്കളയാം. കണ്ടല്ലോ ഫ്രണ്ട് പാർട്ട്, ഇത് കണ്ടോ ഇത്രയും കയറുന്നേ. ഈ ഫ്രണ്ട് പാർട്ട് എടുക്കരുത്, ബാക്ക് പാർട്ട് എടുത്തിട്ട് ബാക്ക് നീക്കും. നമ്മുടെ ഇതും കൂടെ നമുക്ക് ഇതിൻ്റെ ഈ ഭാഗം ഞാനിപ്പോൾ വെട്ടുന്നില്ല, ഇത് പിന്നെ വെട്ടിക്കോളാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം വരും. അതുകൊണ്ടാണ് നമുക്കിത് ശരിയാണെന്ന് അറിയാനായിട്ട് ഞാൻ നോക്കാൻ പോവാം. അപ്പം നമ്മൾ ഇവിടെ വല്ലേ ഇതിലൂടെ ചേർക്കുമ്പോൾ എന്നാ സംഭവിക്കും, ഇവിടെ കൂട്ടി അടിക്കുമ്പോൾ ഒരു 1/2 ഇഞ്ച് പോവുകയല്ലേ, അത്രയും വെട്ടിച്ച് നമുക്ക് തുടങ്ങാം. നോക്കിക്കണേ, ഇത് കണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടോ? 1/2 ഇഞ്ച് വിട്ടിട്ട് ബാക്കി നമുക്ക് ഇങ്ങനെ തന്നെ പിടിച്ചു വരാം. ഇത് കണ്ടോ, ഇപ്പം നിങ്ങൾക്ക് നമുക്കൊരു മാറ്റാം. ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ ഒരു സ്വല്പം കൂടുതലല്ലേ നിൽക്കുന്നത്, ഇത്രയും നമുക്കൊന്ന് മെഷർ ചെയ്തേക്കാം. നമുക്കത് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം, നമുക്ക് ഇത്രയും കട്ട് ചെയ്ത് കളഞ്ഞേക്കാം. കാരണം ഇത് കണ്ടോ, ഇവിടെ വെച്ച് നമുക്ക് നോക്കിയാൽ, ഞാൻ മുമ്പ് ചുമ്മാ ഒരു ഊഹത്തിന് അങ്ങ് എടുത്തതല്ല ഉള്ളൂ. നിങ്ങൾ പുതിയതായിട്ട് തയ്ക്കുന്നവർ വേണമെങ്കിൽ ശ്രദ്ധിച്ചു, 9 ഇഞ്ച്. അപ്പം നമുക്കിത് മതി. അപ്പോൾ അവിടെ വെച്ച് വേണമെങ്കിൽ ഇപ്പോഴേ കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്കൊരു ഗുണമുണ്ട്. തയ്ക്കുമ്പം കൂട്ടിച്ചേർക്കുമ്പം ഈ സ്ലീവ് ഒത്തിരി കൂടി നിൽക്കത്തില്ല. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് നിന്നോളും. ഇനി നമുക്ക് ഇത് നമ്മൾ തുറന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഫ്രണ്ട് ആം ഹോള് എടുത്ത് കളയാം. ഇതിൻ്റെ ഇവിടവും നമ്മളൊന്ന് കട്ട് ചെയ്യാം, സെപ്പറേറ്റ് ചെയ്യാം. നമ്മുടെ ചുരിദാറിൻ്റെ കട്ടിങ് കഴിഞ്ഞു. അപ്പം ബാക്കി നമുക്ക് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, തുടക്കക്കാരാണ് ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇതിൻ്റെ മൊത്തം വെട്ട് 49 ഉണ്ട്. എനിക്ക് ശരിക്കും 47 ഇഞ്ച് റെഡി ലെന്ത് വേണം. രണ്ടുകൂടെ കൂട്ടി 49 ഞാൻ സാധാരണ എടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ തുണി വിലങ്ങനെ എടുത്താൽ എന്ന് പറഞ്ഞാൽ വീതിപ്പാട് എടുത്താൽ എനിക്ക് കറക്റ്റാണ്. അതുകൊണ്ട് ഞാൻ ഈ തുണിയെ 2.5 മീറ്റർ എടുത്തിട്ടില്ല, 2 മീറ്റർ എടുത്തിട്ടുള്ളൂ. ഈ 2 മീറ്റർ എടുത്താൽ നമുക്ക് ഇതല്ലേ ശരിക്കും ഞാൻ ഇങ്ങനെയല്ലേ പറഞ്ഞു തന്നേക്കുന്നത്, ഇങ്ങനെയാണ് നീളം എന്ന് പറയുന്നത്. നീളം എനിക്ക് തികയത്തില്ല, 43 എങ്ങാണ്ടേ കിട്ടത്തുള്ളൂ. അപ്പോൾ എനിക്ക് 47 വേണ്ടേ.
അപ്പം എനിക്കിങ്ങനെ തയ്ക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഈ തുണിയെ ഇതേണ്ട ഇങ്ങനെയാണ് ഞാൻ മടക്കാൻ പോകുന്നത്, ഈ രീതിയിൽ. ഐഡിയ കിട്ടിയോ? ഈ രീതിയിൽ മടക്കിയാണ് ഞാൻ ഇനിയും തയ്ക്കാൻ പോകുന്നത്. അപ്പം അതും നിങ്ങൾ ഓർത്തിരിക്കണം. ഇതൊക്കെ നമുക്ക് സ്വന്തമായിട്ട് തയ്ക്കാൻ അറിയാമെങ്കിൽ നമുക്ക് ലാഭിക്കാം. 1/2 മീറ്റർ 400 രൂപ വിലയുള്ള തുണിയുടെ 1/2 മീറ്റർ പോയാൽ 200 രൂപയുടെ വ്യത്യാസം വന്നില്ലേ? നമുക്ക് അങ്ങനെ ചെയ്യാം. 200 രൂപയുടെ പകുതി മതി നമുക്ക് ഈ ലൈനിങ് തുണി എടുക്കാനായിട്ട്. അപ്പം ഞാൻ തുണി മടക്കുന്ന മനസ്സിലായല്ലോ. അപ്പം ഇത് തന്നെയല്ല, എനിക്കിത് ഏലയിലാണ് ഞാൻ തയ്ക്കാൻ പോകുന്നത്. അപ്പം എനിക്കിങ്ങനെ ഫുള്ള് എടുത്തിട്ട് ഈ ഫുൾ തുണി വെച്ച് വേണമെങ്കിലും തയ്ക്കാം. അത്രയും വിട്ട് വേണോ എനിക്ക്? അപ്പം ഒന്ന് നോക്കിക്കോട്ടെ. അപ്പം അങ്ങനെ ഞാൻ മൊത്തം തുണി എടുത്താൽ എനിക്ക് കൈ എത്ര കിട്ടുമെന്ന് നോക്കട്ടെ. എനിക്കെൻ്റെ മാക്സിമം എന്ന് പറയുന്നത്, എൻ്റെ വണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 10.5 അല്ലേ? അപ്പോൾ ഇവിടെ വരെ വെച്ച് കിട്ടും. ഇഷ്ടംപോലെ ഉണ്ട് എനിക്കില്ലേ. ഉണ്ടോ? ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ 20 ഉണ്ട്. നമ്മുടെ സാധാരണ തുണിയുടെ സാധാരണ ചുരിദാറിന് 21 കിട്ടും. 21, 22, 42 അല്ലെങ്കിൽ 44. അപ്പം നമുക്ക് സാധാരണ തുണിയുടെ പോലെ തന്നെ കട്ട് ചെയ്ത് തയ്ക്കാം. ചെറിയ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ, അടിച്ചു പിടിപ്പിക്കാനായിട്ടുള്ള തുണി ഇവിടെ കിട്ടുമോ എന്ന് ആലോചിക്കണം. നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യാൻ തീരുമാനിച്ചു. ഏതാ 4 മടക്കി ഇട്ടേക്കുവാണ്. അതിലേക്ക് ഞാൻ ബാക്ക് പാർട്ട് എടുത്ത് വെച്ചു. കണ്ടല്ലോ, ഇവിടെ ഫ്രണ്ട് ഓപ്പൺ ചെയ്യാനുള്ളതാണേ. നമ്മൾ ബാക്ക് പാർട്ട് ചേർത്തെടുത്ത് വെച്ചു. നമുക്കൊരു സ്വല്പം കൂടെ ഇവിടെ ഇറക്കി വെക്കാം. എന്നറിയാവോ, ഇവിടെ നമുക്ക് ഇച്ചിരി കളയാം. ഇതെന്ന് വേണം കൈ കിട്ടാൻ. അപ്പം കൈക്കൊരു പ്രശ്നമുണ്ട്. ഈ കൈക്ക് കുഴപ്പമില്ല. ഈ കൈ ഇത് കണ്ടോ, ഇത് നമുക്ക് കട്ട് ചെയ്ത് അടിച്ചു പിടിപ്പിക്കേണ്ടി വരും. കട്ട് ചെയ്തല്ല, ഇവിടെ കൂട്ടി പിടിപ്പിക്കേണ്ടി വരും ഇവിടെ കേട്ടോ. അങ്ങനെ ചെയ്യാൻ പോകുന്നേ. നമുക്കിവിടെ കിട്ടും. നമുക്ക് വേണം കൈ ഒന്ന് എടുത്ത് വെച്ച് നോക്കാം. ഇത് കണ്ടോ, കിട്ടും. അപ്പോഴും ഒരു പ്രോബ്ലം ഉണ്ട്. എന്നറിയോ, എനിക്ക് ഇവിടുന്ന് കട്ട് ചെയ്ത് കിട്ടുന്ന മിച്ചം ഇവിടെ കിട്ടത്തില്ല. ഇത് ഇങ്ങനെ അങ്ങ് പോകും. ഈ കിട്ടുന്ന ഭാഗത്തുനിന്ന് വേണം എനിക്ക് എന്നെ തയ്ക്കാൻ, കോളർ തയ്ക്കാനുള്ള തുണി വേണം. കൂട്ടിച്ചേർക്കേണ്ടി വരും. സാരമില്ല. നമുക്ക് കട്ട് ചെയ്യാം. ഇനിയും ഇതൊന്ന് വരച്ചെടുക്കട്ടെ. അതിൻ്റെ നെക്കും അതുപോലെ തന്നെ ഷോൾഡറും ആം ഹോളും ഒക്കെ നമുക്കൊന്ന് വരച്ചെടുത്തിട്ട് ചെയ്യാം. ഇനി അഥവാ നമുക്ക് ശരിയായി കിട്ടിയില്ലെങ്കിൽ, ശരിയായില്ലെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഏലയും ശരിയായി കഴിഞ്ഞിട്ടല്ല, ബാക്കി തുണി വേണ്ടേ നമുക്ക്. നടുക്ക് ഫ്രണ്ട് ഓപ്പൺ ആണ്. അപ്പം ഫ്രണ്ടിൽ അടിച്ചു പിടിപ്പിക്കാൻ തുണി വേണം. അതിൻ്റെ ഒരു ഭാഗം നമുക്ക് ലൈനിങ് എടുക്കാം. ഇനി ഇതുണ്ടല്ലോ, ഇതിൻ്റെ അടിയിൽ ഈ ഏറ്റവും അടിഭാഗത്തുണ്ടല്ലോ, അവിടെ നമ്മളൊരു 1.5 ഇഞ്ച് കയറ്റി ചെരിച്ച് വെട്ടിയെടുക്കും. എന്തിനാണ് നിങ്ങൾക്കറിയാമല്ലോ, അല്ലെങ്കിൽ ആ സൈഡ് തൂങ്ങിക്കിടക്കും. അതുകൊണ്ടാണേ. ഇനി ഞാനിതങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. എപ്പോഴും കട്ട് ചെയ്യുമ്പം ആ ഫ്രണ്ട് പാർട്ടൊന്ന് ഒരു നോച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്ത് പോരാനായിട്ട്. നല്ല കട്ടിയുണ്ട്. 4 മടക്കിയിട്ട് ഇത് തുണി വെട്ടാൻ പാടാം. ഇനി ഞാൻ കാണിച്ചത് ഇതാ മുമ്പ് കാണിച്ചത്. ഇതിലൊരു പാട് കണ്ടോ, അത് മേടിച്ചപ്പം തന്നെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഭാഗം വരുന്ന തുണിയുടെ ഈ ലൈനിങ് മെറ്റീരിയലിൻ്റെ കണ്ടോ, ഞാനൊരു 1.5-2 ഇഞ്ചോളം കയറ്റി കട്ട് ചെയ്ത് നിങ്ങൾ കണ്ടോ. അങ്ങനെ ചെയ്യണേ. ഏത് മെറ്റീരിയലായാലും 2 ഇഞ്ചോളം വേണം. ജോർജറ്റൊക്കെ ആണെങ്കിൽ അത് കൂടുതൽ വേണ്ടി വരും. ഇത് കണ്ടോ. ഇനി നമുക്ക് ഈ പാർട്ട് മാറ്റിയിട്ട് ഇതിൽ നിന്ന് ബാക്ക് പാർട്ട് എടുത്ത് മാറ്റാം. മറന്നു പോകല്ലേ, രണ്ടുകൂടെ കൂട്ടിയിട്ട് കണ്ടിച്ചേക്കല്ലേ, കട്ട് ചെയ്ത് പോകല്ലേ. ബാക്ക് പാർട്ട് എടുത്ത് മാറ്റിയിട്ട് ഫ്രണ്ട് പാർട്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് 2 എടുക്കുക. നമുക്ക് കഴുത്ത് അടയാളപ്പെടുത്തി കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് കഴുത്ത് മാർക്ക് ചെയ്യുമോ എന്ത് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ഞാനിത് 2 പീസാക്കി മാറ്റി. ഇനി ഞാൻ നമ്മുടെ അതേ ലൈനിങ് മെറ്റീരിയൽ വെച്ച് തന്നെ ആ നെക്കും കൂടെ ഒന്ന് വരച്ചെടുക്കട്ടെ. ഫ്രണ്ട് ആം ഹോളും. അതെ, ഇടയ്ക്കൊരു ഫോൺ വന്നുകൊണ്ട് സംസാരിക്കുക. ഒരു കയ്യിൽ ഫോൺ വെച്ചുകൊണ്ടുള്ള പരിപാടിയാണ്. എന്തെല്ലാം ചെയ്താലാ നിങ്ങൾക്കൊരു വീഡിയോ ഇട്ട് തരുന്നതില്ലേ. എന്തൊരു പാടാന്ന് ചോദിച്ചാൽ ഒന്നും പറയണ്ട. എന്നാലും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടല്ലോ, എനിക്കത് മാത്രം കേട്ടാൽ മതി. ഒരുപാട് പേർക്ക് പ്രയോജനം കിട്ടുന്നുണ്ട്. എത്ര പേരാണോ ടീച്ചറെ കഴിഞ്ഞ ദിവസത്തെ ചുരിദാർ ചാലഞ്ചിൻ്റെ 4 വീഡിയോ മാത്രം കണ്ടതേ ഞാനൊരു ടോപ്പ് തയ്ച്ചു എന്ന് കമൻറ്റ് ഇപ്പം ഞാൻ വായിച്ചതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് കൈയും കൂടെ, ഇത് ഇത്രയും തുണിയും ഉണ്ട്, ഞാനും ഉണ്ട്. നീളമുള്ളൊരു കയ്യും വെട്ടണം, കോളർ വെക്കണം. എങ്ങനെയൊക്കെ ഒപ്പിക്കാം നമുക്കില്ലേ. ഇതിലോട്ട് കൈ വെച്ച് കൈയും കൂടെ വെട്ടിയെടുക്കാം. ഞാൻ ആ സ്വല്പം കട്ട് ചെയ്ത് നമ്മൾ കൂട്ടിച്ചേർക്കേണ്ട ഭാഗമുണ്ടല്ലോ, അടിച്ച് കൂട്ടിച്ചേർക്കേണ്ട, അവിടെ സ്വല്പം ഫ്രണ്ടിലോട്ട് തള്ളിയിടുക. അല്ലെങ്കിൽ
കൈക്ക് വണ്ണം കുറഞ്ഞു പോകില്ലേ. എന്നിട്ട് നമുക്ക് ഈ കൈ വെച്ച് ഇതും നമുക്ക് അടയാളപ്പെടുത്തിയിട്ട് തയ്ച്ചെടുക്കാം. ആ ബാക്കി കാണുന്ന പീസേ ഉള്ളൂ നമുക്ക് ബാക്കിയൊക്കെ തയ്ക്കാനായിട്ട്. അപ്പം എൻ്റെ ഒപ്പം ഒരു റൗണ്ട് കോളർ വെട്ടാനായിട്ട് നിങ്ങളും ശ്രമിക്കണം. ഞാൻ ഇഷ്ടംപോലെ റൗണ്ട് കോളറിൻ്റെ വീഡിയോസ് തന്നിട്ടുണ്ട്, പക്ഷേ ഇത്രയും സ്ലോ ആയിട്ട് എനിക്ക് തോന്നുന്നു ഇതാണ് ആദ്യം തോന്നുന്നു അല്ലേ, അറിയത്തില്ല. കട്ടിങ് വീഡിയോ മാത്രമേ ഉള്ളൂ, സ്റ്റിച്ചിങ് വീഡിയോ പുറകെ കാണിക്കാം കേട്ടോ. ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണേ. അപ്പോഴേ വീഡിയോ നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനോടൊന്ന് ഷെയർ ചെയ്യണം. ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ലായിരുന്നു, എങ്കിലും നിങ്ങൾ ഷെയറൊക്കെ ചെയ്യണം, എങ്കിലല്ലേ ഒത്തിരി പേർക്ക് കാണാൻ പറ്റുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.